അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലത്തെ ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വെച്ചു. കുറേ കാലമായിട്ടോ ഇങ്ങനൊരു വ്ളോഗൊക്കെ എടുത്തിട്ട് മിക്കവാറും ചെറിയ വീഡിയോസാണ് എടുക്കുന്നത്. അങ്ങനെ എഴുന്നേറ്റ് മുറ്റത്തേക്ക് നോക്കാൻ വന്നതാട്ടോ, വെയിലുണ്ടോയെന്ന്. കാരണമുണ്ട് കേട്ടോ, പുതപ്പൊക്കെ അലക്കാനുണ്ട്. ഇപ്പോൾ വെയിലുണ്ടെങ്കിലല്ലേ അലക്കിയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ചെറിയൊരു വെളിച്ചമുണ്ട് കേട്ടോ. ഇത് അമ്മയുടെ വീടാണ്, വീടിൻ്റെ മുറ്റാണ് നിങ്ങളീ കാണുന്നത്. ഏകദേശം ഒരു 55 വർഷത്തെ പഴക്കമുള്ളൊരു വീടാട്ടോ. ഞാനധികം ഇവിടെ തന്നെയാണ്. അതിനുശേഷം ചൂടുവെള്ളത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഞാൻ ഈ കഴിക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോർമോൺ ഇംബാലൻസിന് നല്ലതാണെന്ന് എവിടേക്കോ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തായാലും ഇളം ചൂടുവെള്ളവും മഞ്ഞൾപ്പൊടിയും നല്ലതാണല്ലോ. രാവിലെ എംപ്റ്റി സ്റ്റൊമക്ക് തന്നെയാട്ടോ ഇത് കഴിക്കുന്നത്. കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ലേ. ഡ്രസ്സൊക്കെ നനഞ്ഞിട്ടുണ്ട് കേട്ടോ, മുഖമൊക്കെ കഴുകിയിട്ട്. എനിക്ക് ഇങ്ങനെ വീഡിയോസിൽ വരാൻ ഭയങ്കര മടിയാണ്, കാരണം അണിഞ്ഞൊരുങ്ങി വരാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല കേട്ടോ. ഞാൻ ഈ പല്ല് തേക്കാൻ ഈ പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു വൈദ്യര് പറഞ്ഞു തന്നതാണ്. എന്തിനാണെന്നറിയാം, എനിക്ക് എപ്പോഴും വായിൽ പുണ്ണാണ്. അത് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. അമ്മയ്ക്കുണ്ട്, അമ്മമ്മയ്ക്കുണ്ട്, എനിക്കുണ്ട്. എന്തൊക്കെ എങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് വരും. പക്ഷേ ഈ ഒരു പൊടി ഉപയോഗിച്ച് പല്ല് തേക്കുമ്പോൾ നല്ല കുറവുണ്ട്. അതിനുശേഷം ഈ കറിവേപ്പില എന്തിനാണ് കാണിക്കുന്നതെന്നല്ലേ. ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. രാവിലെ തന്നെ ഇത് കുറച്ച് ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ. മുടി കൊഴിച്ചിൽ നല്ലോണം ഉള്ളതുകൊണ്ട് അതിന് ചെറിയൊരു പരിഹാരം ആവുന്നത് പോലെ എനിക്ക് തോന്നിയതുകൊണ്ട് രാവിലെ വെറും വയറ്റിൽ കുറച്ച് ഇതൾ ഞാൻ കഴിക്കാറുണ്ട്. എത്രത്തോളം നല്ലതാണ് അല്ല എത്രത്തോളം നമുക്കത് എഫക്റ്റ് ചെയ്യുന്ന അറിയില്ലേ. അതിനുശേഷം ഈ ഒരു നട്ട്സുകൾ, ഇത് കുറേ കാലമായി കൊണ്ടുവച്ചിട്ട് ഉറുമ്പരിച്ചു വെച്ചിട്ടുണ്ട്. എക്സ്പയറി ഒന്നും കഴിഞ്ഞിട്ടില്ലേ, അതും കഴിക്കലുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. മഴ ഇങ്ങനെ ചാറുമ്പോൾ നല്ല വെള്ളം, അധികം ആഴമൊന്നുമില്ല കേട്ടോ. ഈ കഴിഞ്ഞൊരു ഏപ്രിലിൽ വൃത്തിയാക്കിയതാണ് കിണർ. എന്നിട്ടും അതിൻ്റെ കോലം നോക്കിയേ. ഇത് നമ്മുടെ വാഷിംഗ് മെഷീന് ഉപയോഗിക്കാറ് വളരെ കുറവാട്ടോ. പുതപ്പോ അങ്ങനെ എന്തെങ്കിലും അലക്കാനുള്ള സമയത്ത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇത് ഈ സൈഡിൽ വെച്ചിട്ട് നിറയെ ഈ മഴ പെയ്യുമ്പം എന്താ പറയുക, ചിമ്മാനി എന്ന് പറയും ഇവിടെ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക, അതടിച്ച് കരിമ്പൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാളിവിടെ തകൃതിയായിട്ടുള്ള കുക്കിംഗ് പണിയിലാട്ടോ. ഈ ഒരു ഇല കൊണ്ടുള്ള ഉപ്പേരിയാണ്. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പേര് പറയുക? അല്ലെങ്കിലും പച്ചക്കറികളും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം മുറിച്ചിടാൻ എന്നെ കഴിഞ്ഞിട്ടേ ആളുള്ളൂ. കുനുകുനാന്ന് പറഞ്ഞ് അരിഞ്ഞിടാൻ ഞാൻ മിടുക്കനാട്ടോ. അതുകൊണ്ട് എപ്പോഴും മൂപ്പരാണ് ഈ പരിപാടി ഏറ്റെടുക്കുക. ഇത് നമ്മുടെ അടുക്കളയിൽ പുകയില്ലാത്ത അടുപ്പാണ്. ഞാൻ നിങ്ങൾക്ക് വേറൊന്നും കൂടെ കാണിച്ചു തരാം. ഇത് പുതുതായിട്ട് കെട്ടിയ അടുപ്പ്. എന്നാൽ ഇവിടെ ഒന്നും അല്ല കേട്ടോ അമ്മമ്മ കത്തിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. തൊട്ട് താഴെ ഇങ്ങനൊരു കല്ല് വെച്ചിട്ടാണ് ഞാൻ കത്തിക്കുന്നത്. ഇങ്ങനെയുള്ള മനുഷ്യന്മാർ നിങ്ങളുടെ വീട്ടിലുണ്ടോ? മൂപ്പത്തിക്ക് ഇങ്ങനെയൊക്കെ കത്തിച്ച് പെട്ടെന്ന് തീ പിടിക്കുന്നതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അടുക്കളയിൽ വെള്ളം മറിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ദേഷ്യമാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഒളിഞ്ഞു നിന്നിട്ടൊരു വീഡിയോ എടുത്തതാണ്. അത് നല്ലോണം തുടയ്ക്കുക. ആൾക്ക് ഇങ്ങനെ വെള്ളമൊന്നും അധികം ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളേ.